Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ അതായത് ദ എവല്യൂഷൻ ഓഫ് ടെലികാസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെലിവിഷൻ സിസ്റ്റം എന്നുള്ളതാണ്. അതായത് നമ്മൾ ടെലിവിഷൻ സിസ്റ്റം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ തേർഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ നമ്മൾ തേർഡ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്പം നമുക്ക് നേരെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെലിവിഷൻ സിസ്റ്റം, അത് ഇന്നത്തെ രീതിയിലേക്ക് അതിൻ്റെ ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇൻ 1884 1884 ഗോട്ട്ലിബ് നിപ്കോ invented first electric telescope which used a rotating disc with small holes to scan an image and transmit it over a wire. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോട്ട്ലിബ് നിപ്കോ എന്ന് പറയുന്ന ഇൻവെന്റർ 1884 ഇലക്ട്രിക് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. ഈ ഇലക്ട്രിക് ടെലസ്കോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കും അതിൽ നിറയെ സ്മാൾ ഹോൾസും ഉണ്ടാവും. റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്കും അതുപോലെ തന്നെ കറങ്ങുന്ന ഡിസ്കും ചെറിയ ഹോളുകൾ. എന്നിട്ട് ഇതിൻ്റെ ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇമേജുകൾ സ്കാൻ ചെയ്തിട്ട് വയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് ഈ ഒരു ഇലക്ട്രിക് ടെലസ്കോപ്പ്, ടെലിവിഷൻ അല്ല ടെലസ്കോപ്പ് കണ്ടെത്തി അങ്ങനെ വയറിലൂടെ എന്ത് ചെയ്യും, ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉപകരണം ഇറ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇമേജസ് കുഡ് ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് യൂസിങ് ഇലക്ട്രിസിറ്റി. അത് ഈ ഒരു കണ്ടുപിടുത്തം ഇവിടെ സാധ്യമായി. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇമേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഈ ഉപകരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഈ ഒരു ഉപകരണം, ഈ ഇലക്ട്രിക് ടെലസ്കോപ്പിന്റെ കണ്ടെത്തലിന്റെ പിന്നിലെ ഒരു ഗുണം എന്ന് പറയുന്നത്. ദിസ് ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ്, ഈ ഒരു കണ്ടെത്തൽ എന്തിന് കാരണമായി? ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രോണിക് ടെലിവിഷൻ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഇതിലൂടെ എന്തു സംഭവിച്ചു? ദ ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റംസ് ഇൻ 1920s ആൻഡ് 1930s. അതായത് ഈ ഒരു കണ്ടെത്തൽ, ഇലക്ട്രിക് ടെലസ്കോപ്പിന്റെ കണ്ടെത്തൽ 1920കളിലും 30കളിലും ടെലിവിഷൻ സിസ്റ്റത്തിന്റെ കണ്ടെത്തലിന് സഹായമായത് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് 1884 ഇലക്ട്രിക് ടെലസ്കോപ്പിന്റെ കണ്ടെത്തലാണ്. അങ്ങനെ 1920 അല്ലെങ്കിൽ 1930 എന്തായി? ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം കണ്ടെത്തി. ഇനി എ സിഗ്നിഫിക്കന്റ് മൊമെന്റ് ഓഫ് ടെലിവിഷൻ ടെക്നോളജി ക്യാൻ ബി ദ ഡെവലപ്മെന്റ് ഓഫ് ദ കാത്തോഡ് റേ ട്യൂബ്. ടെലിവിഷൻ ടെക്നോളജി രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു കാത്തോഡ് റേ ട്യൂബിന്റെ ഡെവലപ്മെന്റ്. അങ്ങനെ ശേഷമാണ് എന്ത് ചെയ്യണത്? കാത്തോഡ് റേ ട്യൂബ് കണ്ടെത്തുന്നത്. അത് ടെലിവിഷൻ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നു കാത്തോഡ് റേ ട്യൂബിന്റെ കണ്ടെത്തൽ. അതും ഇൻ 1890s 1890കളിൽ കേട്ടോ. ഇനി എന്താണ് ഒരു കാത്തോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ? എ കാത്തോഡ് റേ ട്യൂബ് ഈസ് എ വാക്വം ട്യൂബ്. ഒരു വാക്വം ട്യൂബാണ്, ഒരു ഒഴിഞ്ഞ ട്യൂബാണ്. വാക്വം ട്യൂബ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓൺ എ സ്ക്രീൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാക്വം ട്യൂബാണ്. ഈ ട്യൂബിന് ഇലക്ട്രോൺസിന്റെ ബീം, അതായത് ഒരു ടോർച്ചിൽ നിന്നൊക്കെ പ്രകാശം വരുന്ന പോലെ ഇത്തരത്തില് ഈ ട്യൂബിന് ബീം ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഇമേജ് ഓൺ എ സ്ക്രീൻ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രീനിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ വാക്വം ട്യൂബിന്റെ പ്രത്യേകത. അപ്പോൾ വാക്വം ട്യൂബിൽ നിന്നും ഇലക്ട്രോൺസിന്റെ ബീം പ്രൊഡ്യൂസ് ചെയ്യും.
അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സ്ക്രീനിൽ നമുക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻ ദ 1920s നമ്മൾ നേരത്തെ പറഞ്ഞു 1920 ഈ 1920കളിൽ സെവറൽ ഇൻവെന്റേഴ്സ് ബിഗാൻ എക്സ്പെരിമെന്റ്സ് ടു ട്രാൻസ്മിറ്റ് ഇമേജസ് യൂസിങ് റേഡിയോ വേവ്സ്, റേഡിയോ തരംഗങ്ങൾ. അതായത് 1920കളിലെ ഒരുപാട് ഇൻവെന്റേഴ്സ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവെന്റേഴ്സ് എക്സ്പെരിമെന്റ്സ് തുടങ്ങി. അങ്ങനെ ദ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ടെലിവിഷൻ സിസ്റ്റം, അങ്ങനെ ആ ഒരു ടെലിവിഷന്റെ ആദ്യത്തെ ഒരു വർക്കിംഗ് ടെലിവിഷന്റെ ആദ്യത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ, അതിൻ്റെ ഒരു ഡെമോ നടന്നത്, ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ടെലിവിഷൻ ഓഫ് എ ടെലിവിഷൻ വാസ് ഇൻ 1925, 1925 when Scottish inventor John Logie Baird transmitted a moving image of ventriloquist's dummy over a short distance using mechanical television system. അതായത് സ്കോട്ടിഷ് ഇൻവെന്റർ ആയിട്ടുള്ള ജോൺ ലോഗി ബയർഡ് അദ്ദേഹം എന്തു ചെയ്തു, വെന്റിലോക്കിസ്റ്റിന്റെ ഒരു മൂവിംഗ് ഇമേജ് മെക്കാനിക്കൽ ടെലിവിഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്തു. ഇങ്ങനെ ആദ്യമായിട്ട് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ടെലിവിഷന്റെ പ്രാക്ടിക്കൽ ഡെമോ 1925 ആദ്യമായിട്ട് നടന്നു. അപ്പൊ ജോൺ ലോഗി ബയർഡ് എന്ന് പറയുന്ന സ്കോട്ടിഷ് ഇൻവെന്റർ അപ്പൊ അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്തത് വെൻട്രിലോക്കിസ്റ്റിന്റെ ഡമ്മി. വെൻട്രിലോക്കിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൻട്രിലോക്കിസ്റ്റിന്റെ ഡമ്മി എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു എന്റർടൈനർ, ഇതൊരു സംഭവം ഒരു ഡമ്മി, ഒരു പാവയാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു എന്റർടൈനർ ആണ്, അല്ലെങ്കിൽ ഒരു പെർഫോമർ ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡമ്മി പാവ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലിപ്പ് ഉപയോഗിക്കാതെ അയാൾ എന്ത് ചെയ്യില്ല, അയാളെ ചുണ്ട് ഉപയോഗിക്കില്ല. പകരം അയാൾ സംസാരിക്കുമ്പോൾ ഈ ഡമ്മി ഉണ്ടല്ലോ, വെൻട്രിലോക്കിസ്റ്റിന്റെ ഡമ്മി, ആ ഡമ്മിയുടെ ലിപ്പ് മൂവ് ചെയ്യിപ്പിക്കും. അതിന്റെ ലിപ്പ് മൂവ് ചെയ്യിപ്പിച്ചിട്ട് അയാളല്ല സംസാരിക്കുന്നത്, ഈ പാവയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കാം. അത്തരം ഒരു പെർഫോമർ കേട്ടോ. അപ്പൊ ഇത്തരത്തില് ഒരു വെൻട്രിലോക്കിസ്റ്റിന്റെ ഡമ്മി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് യൂസിങ് മെക്കാനിക്കൽ ടെലിവിഷൻ സിസ്റ്റം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് വെൻട്രിലോക്കിസ്റ്റിന്റെ ഡമ്മി, ആ ഡമ്മിയുടെ മൂവിങ് ഇമേജ് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് മെക്കാനിക്കൽ ടെലിവിഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ടെലിവിഷന്റെ ഒരു ഡെമോ നടക്കുന്നത്. മാത്രമല്ല ഹി ഈസ് വൈഡ്ലി ക്രെഡിറ്റഡ് ആസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡെമോൺസ്ട്രേറ്റ് എ വർക്കിംഗ് ടെലിവിഷൻ സിസ്റ്റം. മാത്രമല്ല അദ്ദേഹത്തിന് വ്യാപകമായിട്ട് ആ ഒരു അംഗീകാരവും കിട്ടി. അതായത് ഒരു വർക്കിംഗ് ടെലിവിഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ് ഡെമോ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ള ആ ഒരു അംഗീകാരം വൈഡ്ലി ഇതിലൂടെ അദ്ദേഹത്തിന് വ്യാപകമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ പേര്. ഇന്നും ടെലിവിഷൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അത് ചെയ്തത്. One of the significant milestones in the development of television technology came in the early 1940s. അതായത് എന്നാൽ ടെലിവിഷൻ രംഗത്ത്, ടെക്നോളജി രംഗത്ത് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള, വഴിത്തിരിവായിട്ടുള്ള, വളരെ പ്രാധാന്യപ്പെട്ടുള്ള ഒരു ഡെവലപ്മെന്റ് 1940കളുടെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ when Radio Corporation of America introduced the first color television system. 1940 അമേരിക്കയിലെ റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സ്ഥാപനം കളർ ടെലിവിഷൻ 1940 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ടെലിവിഷൻ ടെക്നോളജി രംഗത്തെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു അത്. എന്നാൽ ദിസ് വാസ് എ മേജർ ബ്രേക്ക് ത്രൂ. ഇതെന്തായിരുന്നു? ഒരു വളരെ വലിയ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസരം തുറന്നു കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇത്. പക്ഷേ
ബട്ട് കളർ ടെലിവിഷൻ വുഡ് നോട്ട് ബിക്കം വൈഡ്ലി അവൈലബിൾ അൺടിൽ ദ 1960s. പക്ഷെ 1960 വരെ ടെലിവിഷൻ കളർ ടെലിവിഷൻ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ എന്തായി കഴിഞ്ഞാലും വ്യാപകമായിട്ട് 1960 ശേഷമാണ് കളർ ടെലിവിഷൻ എന്ത് ചെയ്യുന്നത്, അവൈലബിൾ ആകുന്നത്. പക്ഷെ എന്നിരുന്നാലും 1940 അമേരിക്കയിലെ റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക 1940 കളർ ടെലിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടെലിവിഷൻ ടെക്നോളജി രംഗത്തെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. നോക്കൂ, ഇനി ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടെറസ്ട്രിയൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറസ്ട്രിയൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ. നോക്കൂ, ടെറസ്ട്രിയൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആൾസോ നോൺ ആസ്, ഇതിന്റെ മറ്റൊരു പേരാണ് ഓവർ ദി എയർ ടെലിവിഷൻ. ഓവർ ദി എയർ ടെലിവിഷൻ കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ടെലിവിഷൻ പ്രോഗ്രാമിംഗ്. അതായത് ടെലിവിഷൻ പ്രോഗ്രാമുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതിയാണിത്. ഈ പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെയാണ് ടെലിവിഷൻ പ്രോഗ്രാമിംഗ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് യൂസസ് ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ്. ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ടു വ്യൂവേഴ്സ് ആൻറ്റിനാസ്. വ്യൂവേഴ്സിന്റെ ആൻറ്റിന അല്ലെ, ടി വിയുടെ ആൻറ്റിന ഉണ്ടാവില്ലോ, ആ ആൻറ്റിനയിലേക്ക് സിഗ്നൽസിനെ റേഡിയോ വേവ്സ്, അതായത് യൂസസ് ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ട് വ്യൂവേഴ്സിന്റെ ആൻറ്റിനയിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പരമ്പരാഗത ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനം. ഇതാണ് ടെറസ്ട്രിയൽ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് ആണ്. ഈ ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ബേസ്ഡ് സ്റ്റേഷൻസ് ആണ്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽസ് വരുന്നത്, അതായത് ഭൂമിയിലുള്ള സ്റ്റേഷൻസിൽ നിന്നാണ് സംപ്രേഷണം. ഭൂമിയിൽ നിന്നുള്ള സ്റ്റേഷൻസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സംപ്രേഷണം ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്നുള്ള സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും വേറെ സ്റ്റേഷൻസ് എവിടെയുള്ളത്, അതാണ് പറയുന്നത് സാറ്റലൈറ്റ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് അല്ല, അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ സാറ്റലൈറ്റ് അല്ലാതെ ഭൂമിയിലുള്ള കേട്ടോ. അപ്പൊ ഇവിടെ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ഫ്രം ലാൻഡ് ബേസ്ഡ് സ്റ്റേഷൻസ്. അതാണ് ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. ടെറസ്ട്രിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള കേട്ടോ. ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽസിനെ വ്യൂവേഴ്സിന്റെ ആന്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സംവിധാനം. നോക്കൂ, അടുത്തത് സാറ്റലൈറ്റ് ടെക്നോളജിയാണ്. അടുത്ത എന്താണ്? സാറ്റലൈറ്റ് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ ടെറസ്ട്രിയലിന്റെ വ്യത്യസ്തമാണ് എന്ത്? സാറ്റലൈറ്റ് ടെക്നോളജി. ദ ഫസ്റ്റ് സാറ്റലൈറ്റ് യൂസ്ഡ് ഫോർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ വാസ്. ടെലിവിഷൻ ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ടെൽസ്റ്റാർ 1 ആണ്. The first satellite used for television transmission was the Telstar 1. Launched in 1962, 1962 വിക്ഷേപിച്ച ടെൽസ്റ്റാർ 1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ആദ്യമായിട്ട് ടെലിവിഷൻ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിച്ചത്. ദിസ് സാറ്റലൈറ്റ് വാസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ലൈവ് ടെലിവിഷൻ ഇമേജസ് അക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അതായത് ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചത് വാസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ലൈവ് ടെലിവിഷൻ ഇമേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം അക്രോസ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അക്രോസ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അങ്ങനെ allowing viewers in Europe and North America to watch live programming from each other countries. അങ്ങനെ നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും വ്യൂവേഴ്സിനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് കാണുന്നതിന് വ്യൂവേഴ്സിന് അവസരമായി.
allowing viewers in Europe and North America to watch live programming from each other countries. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാംസിന്റെ ഇമാജസ് അക്രോസ് ദി അറ്റ്ലാന്റിക് ഓഷ്യന് അക്രോസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും വ്യൂവേഴ്സിന് അവർക്ക് പ്രോഗ്രാംസ് വ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. നോക്കൂ, അടുത്തത് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതാണ്. ദ കീ കമ്പോണൻസ് ഓഫ് എ ഡിജിറ്റൽ ടെലിവിഷൻ സിസ്റ്റം ഇൻക്ലൂഡ്. ഒരു ഡിജിറ്റൽ ടെലിവിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ക്യാമറ, ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ ആൻഡ് ഡിജിറ്റൽ ടെലിവിഷൻ സെറ്റ്. ഈ 4 സാധനങ്ങളാണ്. അപ്പോൾ ഡിജിറ്റൽ ടെലിവിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യാമറ വേണം, ഒരു ട്രാൻസ്മിറ്റർ വേണം, പിന്നെ ഒരു റിസീവർ വേണം, ഒരു ഡിജിറ്റൽ ടെലിവിഷൻ സെറ്റ്. നമുക്കറിയാം ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണോ ഇമേജ് എടുക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സെൻഡ് ചെയ്യാൻ ട്രാൻസ്മിറ്റർ വേണം. പിന്നെ അത് അപ്പുറത്ത് റിസീവ് ചെയ്തതിനെ കാണണമെങ്കിൽ ഡിജിറ്റൽ ടെലിവിഷൻ സെറ്റും വേണം. ദ ക്യാമറ ക്യാപ്ചേഴ്സ് ഇമേജസ്. ക്യാമറ എന്ത് ചെയ്യും, ഇമേജിനെ ക്യാപ്ചർ ചെയ്യും, ഇമേജ് പകർത്തും പിടിച്ചെടുക്കും. എന്നിട്ട് കൺവേർട്ട് ദം ഇൻടു ഡിജിറ്റൽ ഡാറ്റ. അതിനെന്ത് ചെയ്യും, ഡിജിറ്റൽ ഡാറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു ഇമേജിനെ ഡിജിറ്റൽ ഡാറ്റയിലോട്ട് മാറ്റും. ശേഷം കംപ്രസ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഡിജിറ്റൽ എൻകോഡർ. ഒരു ഡിജിറ്റൽ എൻകോഡർ ഉപയോഗിച്ചിട്ട് അത് കംപ്രസ് ചെയ്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അതിന്റെ സൈസും മറ്റു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, അനുയോജ്യമായ രീതിയിലേക്ക് ചുരുക്കി കൊണ്ടുവരിക. ദാറ്റ് ഈസ് കംപ്രസ്. അതിനെ കംപ്രസ് ചെയ്തിട്ട് ശേഷം അതിനെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. വിച്ച് ഈസ് കംപ്രസ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഡിജിറ്റൽ എൻകോഡറിലൂടെ. ഇത്രയാണ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ്. ഇതാണ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. ഇതിന്റെ ഷോർട്ടാണ് IPT എന്നുള്ളത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എ മോഡേൺ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി. ഇതൊരു ആധുനികമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജിയാണ്. ഒരു പുതിയ നൂതനമായിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജിയാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യൂസസ് ദ ഇന്റർനെറ്റ് ടു ഡെലിവർ ടെലിവിഷൻ പ്രോഗ്രാമിംഗ് ടു വ്യൂവേഴ്സ്. അതായത് വ്യൂവേഴ്സിലേക്ക് ടെലിവിഷൻ പ്രോഗ്രാമുകൾ എത്തുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഇവിടെ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളില്ല. അതായത് നമ്മൾ ഇന്നത്തെ രീതികൾ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററിന് പകരം അല്ലെങ്കിൽ ഒരു വയറിന്, കേബിളിന്, അതുപോലെ തന്നെ സാറ്റലൈറ്റിന്, ഇതുപോലത്തെ സംവിധാനങ്ങൾക്ക് പകരം ഇവിടെ സാറ്റലൈറ്റോ കേബിളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനു പകരം ഇന്റർനെറ്റിലൂടെ പ്രോഗ്രാമിംഗ് വ്യൂവേഴ്സിലേക്ക് എത്തുന്നു. കണ്ടോ, ഇതിൽ പേരെന്നെയുണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ ഈസ് എ മോഡേൺ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി that uses the internet to deliver television programming to viewers. അപ്പോൾ ഷോർട്ടായിട്ട് IPT. ഷോർട്ടായിട്ട് എന്താണ് IPT ഡെലിവർ ചെയ്യുന്നു ടെലിവിഷൻ കോണ്ടന്റ് ഓവർ ദ ഇന്റർനെറ്റ്. അതായത് IPT എന്ത് ചെയ്യുന്നു, ടെലിവിഷൻ കോണ്ടന്റിനെ ഇന്റർനെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ട്രഡീഷണൽ ബ്രോഡ്കാസ്റ്റ് മെത്തേഡ്സ് ലൈക്ക് കേബിൾ ഓർ സാറ്റലൈറ്റ്. പരമ്പരാഗതമായിട്ട് ഇതുവരെ ഉപയോഗിച്ചു പോരുന്ന കേബിൾ സംവിധാനമോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനം, അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ്റലൈറ്റ് സംവിധാനം അല്ലെങ്കിൽ കേബിൾ, നേരത്തെ നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ റേഡിയോ വേവ്സ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ഇന്റർനെറ്റ് മുഖേന വ്യൂവേഴ്സിലേക്ക് ടെലിവിഷൻ കണ്ടന്റ് എത്തിച്ചു കൊടുക്കുന്ന, ഡെലിവറി ചെയ്യുന്ന സംവിധാനമാണ് IPT. ഇങ്ങനെയാണ് IPT ഡെലിവർ ചെയ്യുന്നത്. അതേ കാര്യം മനസ്സിലായല്ലോ IPT. ഇനി അടുത്തത് ഇതൊക്കെ നൂതനമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. അടുത്ത പോയിന്റ് ലൈവ് സ്ട്രീമിംഗ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആണ്. എന്താ ഈ ലൈവ് സ്ട്രീമിംഗ്? കുറെ നമ്മൾ ലൈവ് ഒക്കെ കാണുന്നതല്ലേ.
ലൈവ് സ്ട്രീമിംഗ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഈസ് എ ടെക്നോളജി. ഇതും ഒരു നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ദാറ്റ് അലോസ്, എന്താ ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ സാധ്യമാകുന്നു. അലോസ് ഫോർ ദ റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ടെലിവിഷൻ പ്രോഗ്രാംസ് ഓവർ ദി ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിലൂടെ പ്രോഗ്രാമുകളുടെ റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ്, റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ. ഇപ്പൊ സാധാരണ നമുക്കറിയാം ആ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മളിലേക്ക് ലഭിക്കുക, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്കൊരു പ്രോഗ്രാമിന്റെ റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി എ ന്യൂ ഡെവലപ്മെന്റ് ഇൻ ദ വേൾഡ് ഓഫ് ടെലിവിഷൻ ആൻഡ്, നമുക്കറിയാം ടെലിവിഷന്റെ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും താരതമ്യേന പുതിയ ഒരു ന്യൂ ഡെവലപ്മെന്റ് ആണ് എന്ത്, ഈ ലൈവ് സ്ട്രീമിംഗ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ആൻഡ് ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി പോപ്പുലർ ഇൻ റീസെന്റ് ഇയേഴ്സ്. ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഈ അടുത്ത കാലത്താണ് ഇത്രയധികം ഫേമസ് ആയി വന്നത്. നോക്കൂ, അടുത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അടുത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്? ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളുടെ ഡെലിവറിയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന പദം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അനദർ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് ഹാസ് ബീൻ ദ ഗ്രോത്ത് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട വളർച്ചയാണ്, ഒരു വികസനം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഗ്രോത്ത്. മറ്റൊരു കണ്ടുവരുന്ന നമ്മളെ കാലഘട്ടത്തിലെ മറ്റൊരു വലിയ വികസനമാണ്, മറ്റൊരു വലിയ ഡെവലപ്മെന്റ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഗ്രോത്ത് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. നോക്കൂ, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നമുക്കറിയാൻ പറ്റും. അതായത് യൂട്യൂബ് അതുപോലെയൊക്കെയുള്ള ഇന്റർനെറ്റ് ഇതുപോലത്തെ സംവിധാനങ്ങൾ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ നമുക്കറിയാൻ പറ്റും. ഇത്തരം ഒരുപാട് കണ്ടന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് കണ്ടന്റുകൾ ഇവിടെ സ്റ്റോർ ചെയ്യാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? ഇങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരുപാട് കണ്ടന്റുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്, സിസ്റ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ക്ലൗഡ് ബേസ്ഡ് വീഡിയോ പ്ലാറ്റ്ഫോംസ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ക്ലൗഡ് ബേസ്ഡ് വീഡിയോ പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വീഡിയോകൾ, പല തരത്തിലുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ്, അതുപോലെ തന്നെ ട്വിറ്റർ, യൂട്യൂബും അതുപോലെ തന്നെ ട്വിറ്റർ ഇതുപോലുള്ള സംഭവം ഒരുപാട്, അല്ലേ? നമുക്ക് എന്നറിയാം, ഇന്നാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയുന്നില്ലെങ്കിൽ ഇൻസ്റ്റ, അല്ലേ? അപ്പൊ ഇതുപോലെ ഇവിടെ വേരിയസ് ആയിട്ടുള്ള പല തരത്തിലുള്ള കണ്ടന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നില്ല, ഇവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലേ? അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് ഹാവ് cloud-based video platforms like YouTube and Twitch have made it easy for content creators to stream their content to a global audience. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ക്ലൗഡ് വീഡിയോ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള യൂട്യൂബും ട്വിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക്. കാരണം മുൻപത്തെ പോലെയല്ല, ഇന്ന് നമ്മളെ മുൻപിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആണ്. കാരണം യൂട്യൂബ് അല്ലെങ്കിൽ ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു സംവിധാനമാണ്. അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആക്സസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടന്റ് സ്ട്രീം ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ക്ലൗഡ് ബേസ്ഡ് വീഡിയോ പ്ലാറ്റ്ഫോംസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദീസ് പ്ലാറ്റ്ഫോംസ്, അതുമാത്രമല്ല ഇത്തരം പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ടൂൾസ് ഫോർ മാനേജിങ് ആൻഡ് മോണിറ്റൈസിങ് ലൈവ് സ്ട്രീംസ്. അതായത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പല തരത്തിലുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
മാനേജിങ് ആൻഡ് മോണിറ്റൈസിങ് ലൈവ് സ്ട്രീംസ് നമുക്ക് ലൈവ് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ലൈവ് സ്ട്രീംസ് മാനേജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റൈസിങ് ലൈവ് സ്ട്രീംസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവർക്ക് അതൊരു ഒരു വരുമാന മാർഗമാക്കി മാറ്റാനും. അപ്പൊ നമുക്കറിയാം, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഫേസ്ബുക്കിലോ മറ്റു സംഭവങ്ങളിലോ ഒക്കെ നമ്മൾ ഇത്തരത്തില് നമ്മുടെ കോണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് വരുമാനം നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് സംവിധാനങ്ങൾ അവൈലബിൾ ആണ്, ലഭ്യമാണ്. ഇനി പറയുന്നത് ഇതോടുകൂടി ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും വൈൻഡ് അപ്പ് ചെയ്യും. ലാസ്റ്റ് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഒന്ന് വളരെ ആക്റ്റീവായി വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. അങ്ങനെ കൊറോണയ്ക്ക് ശേഷം വളരെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ് OTT പ്ലാറ്റ്ഫോംസ് കേട്ടോ. നോക്കൂ, എന്താണ് ഈ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ആൻഡ് OTT പ്ലാറ്റ്ഫോം ഈസ് എ service that delivers digital content like movies, TV shows and music directly to consumers via internet instead of using traditional broadcast methods like cable or satellite. നേരത്തെ പറഞ്ഞു, അതായത് ആവശ്യമുള്ളവരായിട്ടുള്ള കൺസ്യൂമേഴ്സിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് ഡിജിറ്റൽ കണ്ടന്റുകൾ, അതായത് മൂവികൾ, TV ഷോസ്, മ്യൂസിക്, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിലേക്ക് ഇന്റർനെറ്റ് വഴി എന്തുപയോഗിക്കാതെ ട്രഡീഷണൽ ബ്രോഡ്കാസ്റ്റ് മെത്തേഡുകളായിട്ടുള്ള കേബിളോ സാറ്റലൈറ്റ് ഒന്നും ഉപയോഗിക്കാതെ ഇന്റർനെറ്റ് മുഖേന ആവശ്യക്കാരിലേക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ അല്ലെ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഒരു സർവീസ് OTT പ്ലാറ്റ്ഫോംസ്. These platforms are streaming technology to allow users to watch content on demand. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ these platforms use streaming technology. അപ്പൊ OTT പ്ലാറ്റ്ഫോംസ് പറയുമ്പോൾ അതിന്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ട്രീമിംഗ് ടെക്നോളജിയാണ്. അതായത് സ്ട്രീമിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് OTT ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നു, ടു അലോ യൂസേഴ്സ് ടു വാച്ച് കോണ്ടന്റ് ഓൺ ഡിമാൻഡ്. ആവശ്യമുള്ള കണ്ടന്റുകൾ, അവർക്ക് വേണ്ട കണ്ടന്റുകൾ വാച്ച് ചെയ്യാൻ യൂസേഴ്സിന് ഇവിടെ സാധ്യമാണ്. എൻഗേജ് ഇൻ ലൈവ് സ്ട്രീമിംഗ്, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, താല്പര്യമുള്ളവർക്ക് എൻഗേജ് ചെയ്യാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കേട്ടോ. അപ്പൊ യൂണിറ്റോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇപ്പൊ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള അറിയുന്ന കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാ ആളുകളും സാധാരണ പറയുന്ന പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.